ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന, നിശ്ചയ ഒരു കൂട്ടർ അവർ പ്രതീക്ഷിക്കുന്നില്ല ലിഖാഅന നാമുമായിട്ടുള്ള കണ്ടുമുട്ടലിനെ, ബിൽ ബഅസി പുനർജീവിപ്പിക്കപ്പെടൽ കൊണ്ട് അവരെ ആഖിറത്തിൽ വെച്ച് പുനർജീവിപ്പിക്കപ്പെടുകയും അള്ളാഹുമായിട്ടുള്ള കണ്ടുമുട്ടൽ എന്ന് വെച്ചാൽ നല്ല ആളുകളുള്ള അള്ളാഹിനെ കാണുകയാണ്. പക്ഷേ ലിഖാഇന്റെ ഉദ്ദേശം എന്താണ്? ഒന്നവിടെ ഉണ്ടാകുന്ന പ്രത്യേക വിധമുള്ള സംഭവ വികാസങ്ങൾ അതിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ആളുകൾ അതുപോലെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നില്ല. അവർ അലൂബിൽ ഹയാത്തി ദുനിയാവിയായ ജീവിതത്തെ അവർ തൃപ്തിപ്പെടുന്നു, ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ബദൽ ആഖിറത്തിന് പകരം ഇൻകാരിഹിം ലഹ, എന്തിയ കാരണം ആഖിറത്തിന് പകരം അവർ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നതിൽ ഇൻകാരിഹിം ലഹ, അവർ ആ ആഖിറത്തിനെ നിരാകരിക്കുന്നു, നിഷേധിക്കുന്ന കാരണത്താൽ വത്മഅന്നു ബിഹാ, അവരാ ദുനിയാവ് കൊണ്ട് ശാന്തി അനുഭവിക്കുകയാണ്. സക്കനു, അവർ സമാശ്വാസം കൊള്ളുകയാണ് ഇലിഹ, ദുനിയാവിലേക്ക്. ദുനിയാവ് അപ്പോഴാണ് ദുനിയാവ് അങ്ങനെയുള്ള ആളുകളും വല്ലദീനഹും, ഒരു കൂട്ടനും അവര് ആയാതിന, നമ്മളുടെ ദൃഷ്ടാന്തങ്ങളെ തൊട്ട്, ദലാഇലി വഹദാനിയതിന, നമ്മളുടെ ഏകത്വത്തിന്റെ മേലുള്ള ദലീലുകളുണ്ടല്ലോ അതിന്റെ തെളിവുകളെ തൊട്ട് അവരെന്താണ്? ഗാഫിലൂൻ, അശ്രദ്ധരാണ്. അങ്ങനെയുള്ള ആളുകൾ അല്ലെ, അവരെപ്പറ്റി പറഞ്ഞു തീർന്നിട്ടില്ല. താരിഖൂനൻ നളറ ഫീഹ, ആയത് തീർന്നെങ്കിലും സംഗതി പറഞ്ഞു തീർന്നിട്ടില്ല. താരിഖൂനൻ നളറ ഫീഹ, അതായത് ഈ അള്ളാഹുവിന്റെ വഹദാനത്തിനെ അറിയിക്കുന്ന ദലീലുകളെ ശരിക്കും ചിന്തിച്ചു നോക്കാതെ, ആ ചിന്തയൊക്കെ ഉപേക്ഷിക്കുന്ന ആളുകളെ, ചിന്തിക്കാതെ കഴിഞ്ഞു കൂടുന്ന ആളുകൾ, ഉലൈക അവർ മഅവാഹും, അവരുടെ സങ്കേതം അന്നാറു, നരകമാണ്. ബിമാ കാനു യക്സിബൂൻ, അവർ സമ്പാദിച്ചു വെച്ച ഒന്ന് കാരണത്താൽ, മിനശ്ശിർക്കി, ബഹുദൈവവിശ്വാസത്തിനാലും മാസി പാപങ്ങളാലും. ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സുഹൃത്തുക്കൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾ, യഹ്ദീഹിം, അതായത് ഇർഷീദുഹും, അവരെ നയിക്കുന്നതാണ്, റബ്ബ് ബി ഈമാനിഹിം ബിഹി, അവർ അള്ളാഹുവിനെ വിശ്വസിച്ച കാരണത്താൽ, അവനെ വിശ്വസിച്ച കാരണത്താൽ അള്ളാഹു അവർക്ക് മാർഗദർശനം നൽകും. എങ്ങനെ? യജഅൽ ലഹും നൂറ, അള്ളാഹു അവർക്കൊരു പ്രകാശത്തെ സംവിധാനിക്കൽ കൊണ്ട്, യഹ്തദൂന ബിഹി, അവർ ആ പ്രകാശം ഉപയോഗിച്ച് കൃത്യമായ മാർഗത്തിലൂടെ ചെല്ലും. അല്ലെ? യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അവർക്ക് എന്തുണ്ട്? തജ്രീ മിൻ തഹ്തിഹിമുൽ അൻഹാർ, അവരുടെ അടിഭാഗത്തിലൂടെ ആറുകൾ ഒഴുകും. തജ്രി ഒഴുകും, മിൻ തഹ്തിഹിം, അവരുടെ അടിഭാഗത്തിലൂടെ, അൽ അൻഹാറു, ആറുകൾ ഒഴുകും. ഫി ജന്നാത്തിൻ നഈം, എവിടെ? അനുഗ്രഹത്തിന്റെ തോപ്പുകളിൽ. ദഅവാഹും ഫീഹ, അവരുടെ തേട്ടം ആ സ്വർഗത്തോപ്പുകളിൽ വെച്ച്, അതായത് തൊലബുഹം, അവരുടെ തേട്ടം, ലിമാ, ഒന്നിനായിട്ടുള്ള അവരുടെ തേട്ടം, യസ്തഹൂനഹു, അവരതിനെ താല്പര്യപ്പെടുന്നു, ഫിൽ ജന്നത്ത്, സ്വർഗത്തിൽ വെച്ച്. അവർ സ്വർഗത്തിൽ വെച്ച് അവരെന്തെങ്കിലും കാണുമ്പോൾ അവരിങ്ങനെ മോഹിക്കും. അപ്പോൾ അവരതിനെ തേടുന്ന എങ്ങനെയാണ്? അവരുടെ തേട്ടം ഇങ്ങനെയായിരിക്കും. അയ്യക്കൂല, അവർ പറയാനാണ്, സുബ്ഹാനക അല്ലാഹുമ്മ, അല്ലാഹുവേ നീ എത്ര പരിശുദ്ധൻ, അതായത് യാ അല്ലാഹ്, അല്ലാഹുവേ, അങ്ങനെ പറയും. അല്ലാഹുമ്മ എന്ന് വെച്ചാൽ അല്ലാഹു ഉണ്ടല്ലോ, എന്താണ് വനാബ, എന്താണ് അല്ലാഹുമ്മ എന്നുള്ളത്? ഫിത്താവീലി വനാബ, അല്ലാഹുമ്മ ഫിത്താവീലി വശദ്ദ യല്ലാഹുമ്മ ഫി ഖരീലി എന്ന് പറഞ്ഞാൽ അൽഫിൽ ഒരു ബൈത്തുണ്ടല്ലോ. അതായത് അള്ളാഹുമ്മ അർത്ഥം യാ അല്ലാ എന്നാണ്. അപ്പൊ സുബ്ഹാനക യാ അല്ലാ, അതാർത്ഥത്തിലാണ് സുബ്ഹാനക അല്ലാഹുമ്മ എന്ന് പറയും. ഫൈദാ മാ തൊലബൂഹു ബൈന ഐദീഹിം, അല്ലെ? ഫൈദാ മാ തൊലബൂഹു, അവരെങ്ങാനും അതിനെ തേടിയാൽ, ബൈന ഐദീഹിം, അവരുടെ ഫൈദ മാ തൊലബൂഹു ബൈനൈദി, ഫൈദ അപ്പോഴേക്കും എന്നർത്ഥം. മാ തൊലബൂഹു, അവർ തേടിയ ഒന്ന്, ബൈനൈദിഹിം, അവരുടെ മുമ്പ് എത്തിയിട്ടുണ്ട്. അവർക്ക് എന്താണ് ആഗ്രഹിക്കുന്നത്? അപ്പോഴേക്കും സുബ്ഹാനക അല്ലാഹുമ്മ എന്ന് എന്താണ് സുബ്ഹാനക അല്ലാഹുമ്മ എന്ന് പറഞ്ഞാൽ ആ സാധനം അവരുടെ മുമ്പിലുണ്ടായിരിക്കും എന്നർത്ഥം. വതഹിയ്യത്തു, അവരുടെ അഭിവാദനം, ഫീമാ ബൈനഹും, അവർക്കിടയിൽ, സ്വർഗത്തിന്റെ ആളുകൾക്കിടയിൽ അവരുടെ അഭിവാദനം എന്നുള്ളത്, ഫീഹ, ആ സ്വർഗത്തിൽ വെച്ച്, സലാം എന്ന് പറയലായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും സലാം എന്ന് പറയുമ്പോൾ എന്താണ്? സമാധാനം ഉണ്ടാട്ടെ. ഒരാൾ നമ്മളോട് ആത്മാർത്ഥമായി സലാം പറയുമ്പോൾ തന്നെ, അല്ലെ, കൃത്യമായിട്ട് അർത്ഥം ചിന്തിക്കും, എന്തൊരു സന്തോഷമായിരിക്കും. അങ്ങനെയൊക്കെ അവിടെ അവിടെ പറഞ്ഞ വേറെ സ്ഥലത്തുണ്ടല്ലോ, പല സ്ഥലത്തുണ്ടല്ലോ, ലാസ്മോന ഫിഹ ലഹോൻ, ലഘുവും കിതാബും അവിടെ ഉണ്ടാവില്ല, അനാവശ്യ സംസാരം ഒന്നും, എല്ലാം സലാം എന്നായിരിക്കും. അങ്ങനെയാണ് ദാറുസ്സലാം എന്ന പേര് വന്നത്. ഇവിടെ തന്നെ ഉണ്ട്, ഈ സുഹൃത്ത് തന്നെ ഉണ്ട്, അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാമിലേക്ക് അല്ലാഹു ക്ഷണിക്കുന്നു, സമാധാനത്തിന്റെ ഗേഹത്തിലേക്ക് അല്ലാഹു നിങ്ങൾ ക്ഷണിക്കുന്നു എന്നൊക്കെ ഉണ്ട്. ആഹിർ ദഅവാഹും, അവരുടെ ദഅവയുടെ ആഹിർ, അന്ത്യം, അവസാനം, മുഫസ്സിറ, ഇത് മുഫസ്സിറത്താണ്. എന്താ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവരുടെ തേട്ടത്തിന്റെ അവസാനം ഇങ്ങനെ പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വസ്തുതിയും സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് മാത്രമാകുന്നു എന്ന് അവർ പറഞ്ഞ് അവസാനിപ്പിക്കുകയും. വനസല ഇറങ്ങി, ലമ്മസ്തഅജലൽ മുശ്രികൂനൽ അദാബ, മുശ്രിക്കീങ്ങളെ വേഗത്തിൽ ശിക്ഷ വേണം എന്ന് പരിഹാസ രൂപേണ ആവശ്യപ്പെട്ടപ്പോൾ ഇറങ്ങിയതാണ്. വലോ യുഅജ്ജിലുല്ലാഹു, ഈ ആയത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും വേഗത്തിലാക്കുകയാണെങ്കിൽ, ലിന്നാസ് ജനങ്ങൾക്ക്, അശ്ശറ മോശത്തെ ആക്കുകയാണെങ്കിൽ, ഇസ്തിജാലഹും ബിൽ ഖൈർ, അല്ലെ? ഇസ്തിജാലഹും ബിൽ ഖൈർ. ഒന്നുകൂടെ പറയാം.
വലൗ യുഅജ്ജിലുല്ലാഹു ലിന്നാസി ശർറ ഇസ്തിഅജാലഹും, അതെന്തായിരിക്കും? ഇസ്തിഅജാലഹും ബിൽ ഖൈർ, അത് ഒരു കണക്കിന് ഖൈറ് കൊണ്ടുള്ള ഇസ്തിഅജാലിനെ പോലെയാണ് അവർ തേടുന്നത്. വലൗ യുഅജ്ജിലുല്ലാഹു, അള്ളാഹു എങ്ങാനും വേഗത്തിൽ ആക്കിയിരുന്നെങ്കിൽ ഈ ആളുകൾക്ക് ഷർറിനെ, ഇസ്തിജാലഹും ഏതുപോലെ? ഇസ്തിജാലഹും അവരാവശ്യപ്പെടുന്നത് പോലെ, ബിൽ ഖൈറിനെ കസ്തിജാലി വേഗത്തിൽ ആവശ്യപ്പെടുന്ന പോലെ, ബിൽ ഖൈറിനെ, അതായത് ശരിക്കും അവർ ഖൈറിനെയാണ് ആവശ്യപ്പെടേണ്ടത്. അപ്പം ഖൈറിനെ അവരാവശ്യപ്പെടുന്നത് പോലെ എങ്ങാനും അള്ളാഹു അവർക്ക് ഷെറിനെ, കസ്തിജാലിഹിം ബിൽ ഖൈരി എന്ന് പറഞ്ഞല്ലോ, അവർ നന്മക്ക് താല്പര്യം കൂട്ടൂലേ, വേഗം നന്മ കിട്ടണമെന്ന്. അത് ഈ നന്മയല്ല, ഉഹ്റവിയായ നന്മയല്ല, ഇവര് അവിശ്വാസികളല്ലേ, ദുനിയാവിൽ വെച്ചുള്ള നന്മ. അപ്പൊ ദുനിയാവിൽ വെച്ചുള്ള നന്മക്ക് അവർ ധൃതി കൂട്ടുന്നത് പോലെ എങ്ങാനും അള്ളാഹു അവർക്ക് വേഗത്തിലെങ്ങാനും തിന്മയെ, മോശത്തെ അവർക്ക് വേഗത്തിലെങ്ങാനും ആക്കിയിരുന്നുവെങ്കിൽ ലഖുദിയ ഇലൈഹിം അജലുഹും, അല്ലെ, ലഖുദിയ വിധിക്കപ്പെട്ടേനെ, ബിൽ ബിനായി ലിൽ മഫൂല് മജ്ഹൂലായിട്ടുണ്ട് എന്ന്, വലി ഫായിലി ഇല്ല, ഖലാ ഇലൈഹിം അജലഹും എന്നും ഖിറാഅത്തുണ്ട്, ലഖുദിയ ഇലൈഹിം അജലുഹും എന്നും ഖിറാഅത്തുണ്ട്. അപ്പോൾ നമ്മുടെ ഖിറാഅത്തിൽ ലഖുദിയ ഇലൈഹിം അജലുഹും ബിനാലിൽ മഫൂലായിട്ടാണ്, വേറെ ഖിറാഅത്ത് ബിനാലിൽ ഫായിലായിട്ടുണ്ട്. അപ്പം ലഖുദിയ ഇലൈഹിം അവരിലേക്ക് വിധിക്കപ്പെട്ടേനെ, അജലുഹും അവരുടെ ആയുസ്, അല്ലെ, ബിർ റഫ് കൊണ്ട് വന്നസ്ബി, മറ്റേ ഖിറാഅത്തിനനുസരിച്ചില്ല, ഖലാ ആണെങ്കിൽ അജലഹും, ലഖുദിയ ആണെങ്കിൽ അജലുഹും. ബി യുഹ്ലികഹും, അള്ളാഹു അവരെ നശിപ്പിക്കൽ കൊണ്ട് അവരിലേക്ക് അവരുടെ അജലിന് എന്താണ്, അവരുടെ അവധിയെ വിധിക്കപ്പെട്ടതെന്ന് വെച്ചാൽ അത് അവധി വന്നു, അതോടുകൂടി അവരെ ഉന്മൂലനം ചെയ്യപ്പെടുന്നു, പൂർണ്ണമായും നശിപ്പിക്കപ്പെടുന്നു അവർ. അള്ളാഹു അങ്ങനെ ആക്കാതിരിക്കുന്നതാണ്, വേഗത്തിൽ ആ ഷെറിനെ കൊണ്ടുവരാൻ. നിങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ തമാശ കളിക്കേണ്ട, അള്ളാഹു കൊണ്ടുവന്നാൽ വളരെ വേഗത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. വലാക്കി, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല യുംഹിലുഹും, അവർക്ക് ഇംഹാൽ സാവകാശം ചെയ്തു കൊടുക്കുകയാണ്. ഫ നെദറു, അതാ പറയുന്നത്, ഫ നെദറു, അതുകൊണ്ട് നാം എന്ത് ചെയ്യുന്നു, നെദർ ഒഴിവാക്കിയിട്ടേക്കാണ്. ഇപ്പോൾ തൽക്കാലം നെതറുക്കു ഒഴിവാക്കിയിട്ടേക്കാണ്. അല്ലദീന, ഒരു കൂട്ടരെ, ലായർജുൻ ലിഖാഅന, നമ്മളുടെ ലിഖാഅനെ പ്രതീക്ഷിക്കാത്ത ഒരു കൂട്ടർ, ഫീ തുഗിയാനി, അവരെ എതിലാ ഒഴിവാക്കിയിട്ടേക്കുന്ന, ഫീ തുഗിയാനി, അവരുടെ ആ തുഗിയാൻ അതിര് കവിയുന്നതിൽ, യമഹുൻ, അവർ തന്നെ എന്താണ്, യതറദ്ദദൂന, സംശയാലുക്കളായ നിലയ്ക്ക്, മുതഹയ്യിരീന, പരിഭ്രമിക്കുന്ന ആളുകളായ, അവർക്ക് പരിഭ്രമവും സംശയവും ഒക്കെയാണ്. അങ്ങനെ അവരെങ്ങനെ അയച്ചുവിട്ടേക്കും, ഒരൊറ്റ പിടുത്തം ലാസ്റ്റ് പിടിക്കും. വൈദാ മസ്സൽ ഇൻസാന അൽ കാഫറ, കാഫറായ ഒരു മനുഷ്യനെങ്ങാനും ബാധിച്ചാൽ, അല്ലുറു, അല്ല വിഷമവും, അൽ മറദു, രോഗമോ, അൽ ഫഖറു, ദാരിദ്ര്യമൊക്കെ ബാധിച്ചാൽ, ദഅന, നമ്മോട് പ്രാർത്ഥിക്കും, ലി ജംബിഹി, അവൻ്റെ ജംബിൽ കിടന്നിട്ട്, അതായത് മുൽത്തജിയൻ, ലി ജംബിഹി എന്ന് ചോർത്താം, മുൽത്തജിയൻ സൈഡിൽ കിടന്നിട്ട്, കാരണം കിടക്കല്ലേ, കിടക്കും, അല്ല വേറെ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ കിടന്നിട്ട് അവൻ പ്രാർത്ഥിക്കും, രോഗമൊക്കെ ബാധിക്കുമ്പോൾ ഒന്നും അങ്ങനെ. അല്ലെങ്കിൽ കായിത് രോഗമൊന്നുമില്ല, ഇരിക്കാൻ കഴിയും, അങ്ങനെ. അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, നിന്നിട്ടോ ഇരുന്നിട്ടോ കിടന്നിട്ടോ ഒക്കെ പ്രാർത്ഥിക്കുമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഫീ കുല്ലി ഹാൽ, ഏതൊരവസ്ഥയിലും എല്ലാ അവസ്ഥയിലും അവൻ പ്രാർത്ഥിക്കും. ബുദ്ധിമുട്ടാണ്, ഫുൾ ടൈം ഇങ്ങനെ പ്രാർത്ഥിക്കും, ഞങ്ങൾ എന്തേലും ആക്കണേ. അതിന് ഫലം കച്ചപ്ന അനുഹു, നാം അവനത്തിട്ട് നീക്കി കൊടുത്താൽ, ലുറഹു, അവൻ്റെ ലുറിനെ, പ്രയാസത്തെ, മറ, അവൻ നടക്കും, അലാ കുഫിരി, അവൻ്റെ കുഫറിലായിട്ട് നടക്കും, ഇങ്ങനെ അവൻ പിന്നെയും കാഫറായിട്ട് നടക്കും, എല്ലാം മാറ്റി കൊടുത്താൽ നന്ദി കെട്ടവനായിട്ട് നടക്കും. കാൻ എന്നുള്ള മുഖഫത്താണ്, അപ്പം അന്ന എന്നാണ് ശരിക്കും. അപ്പോൾ വസ്മുഹ മഹദൂഫ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് വൈനുഹുദിഫ്, കാന്നേനെ പറ്റി പറഞ്ഞല്ലോ, എന്താണ് ബൈത്ത് മറന്നുപോയി. എന്തായാലും അവിടെ ഇസ്മ എന്താണ് കളയപ്പെടുന്നതാണ്, അതായത് കന്നഹു, കാര്യമായതുപോലെയുണ്ട്, അല്ലെങ്കിൽ അവനായതുപോലെയുണ്ട്. ലം യദ്ഉന ഇലാ ളുരി, അങ്ങനെ അവനായതുപോലെയുണ്ട്. ലം യദ്ഉന, നമ്മളോട് ദുആ ചെയ്യാത്തതുപോലെയുണ്ട്. ഇലാ ളുരിൻ, ഒരു ളുറിലേക്ക്, മസ്സഹു, അവനെ ബാധിച്ച്. അപ്പോൾ അവനെ ബാധിച്ച ഒരു ളുറിൻ്റെ പേരിൽ നമ്മോട് ദുആ ഇതുവരെ ചെയ്തിട്ടില്ല, അത്രയും ഉഷാറുള്ള ആളെ പോലെ അവൻ പിന്നെയും കാഫറായിട്ട് നടക്കും. എന്തായാലും ബുദ്ധിമുട്ടൊക്കെ അവനോട് ദുആ ചെയ്യുക, ഫുൾ ടൈം ദുആ. ബുദ്ധിമുട്ട് നീക്കി കൊടുക്കുമ്പോഴാവും പിന്നെയും കാഫറായിട്ട്, ഒന്നും ബാധിക്കാത്തതുപോലെ ഇങ്ങനെ നടന്ന് നീങ്ങുന്നു, കാഫറായിട്ട്. കദാലിക, അപ്രകാരം, കമാ സുയ്യിന ലഹു, ദുആ, അവന് ദുആഇനെ ഭംഗിയായിട്ട് കാണിച്ചു കൊടുക്കപ്പെട്ടതുപോലെ, ഇന്ദല്ലുറി, ബുദ്ധിമുട്ട് വന്ന വേളയിൽ, വൽ ഇറാദി, പിന്നെ അതുപോലെ അവൻ്റെ തിരിഞ്ഞു കളയൽ പോലെയും, ഇന്ദർ റഹായി, അവന് ഐശ്വര്യം വന്നപ്പോൾ, ക്ഷേമം വന്നപ്പോൾ എന്തായി, അവനതിനകത്തോട് തിരിഞ്ഞു കളഞ്ഞു. അതുപോലെ സുയ്യിനൽ മുസ്രിഫീന, ഇസ്രാഫ്, അല്ലെ, അതിര് കവിഞ്ഞ് ചെയ്യുന്ന ആളുകൾക്ക്
അതിൽ കഴിഞ്ഞ ആളുകളായ അൽ മുശ്രിക്കീങ്ങൾക്ക് എന്ത് ചെയ്യും, ഭംഗിയാക്കി കാണിക്കപ്പെടും. ഒന്നിനെ കാനു അമലൂൻ, അവർ ചെയ്യുന്ന ഒന്നിനെ. വലഖദ് അഹ്ലക്നൽ ഖുറ, സത്യമായിട്ടും നാം നശിപ്പിച്ചിട്ടുണ്ട്. അൽ ഖുറൂന അല്ല ഖുറ അല്ല അൽ ഖുറൂന. ഖുറ എന്ന് പറഞ്ഞാൽ കർണുകൾ. ശരിക്കും കർണിന് അർത്ഥം പരമ്പര, തലമുറ എന്നൊക്കെ അർത്ഥമുണ്ട്. തലമുറ കൊണ്ട് ഉദ്ദേശിക്കുന്ന അൽ ഉമമ അല്ല, ഓരോ സമുദായങ്ങളിൽ നിന്ന് നശിപ്പിച്ചിട്ടുണ്ട്. മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പ്, അഹ്ല മക്ക, മക്ക നിവാസികളെ, ലമ്മാ തലമോ, അവർ അക്രമം പ്രവർത്തിച്ചപ്പോഴാണ് നാം അവരെ നശിപ്പിച്ചത്. ബിശ്രിക്ക്, ശിർക്ക് കൊണ്ട് അവരൊക്കെ മുശ്രിക്കുകളായപ്പോൾ, ബഹുദൈവവിശ്വാസികളായപ്പോൾ. വഖദ് ജാഅതും, ഏതൊരു സ്ഥിതിയിലാണ് നശിപ്പിച്ചത്, വഖദ് ജാഅതും റസുലുഹും, അവർക്ക് മുർസലീങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബിൽ ബൈനാത്തി, വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിട്ട്, അദ്ദലാലാത്തി അലാ സിദ്ഖിഹിം, ഈ പ്രവാചകന്മാരൊക്കെ, ഈ മുർസലീങ്ങളൊക്കെ സത്യസന്ധരാണ് എന്നതിന്റെ ദലീലുകൾ ഉണ്ടായിരുന്നു. സത്യസന്ധരാണെന്നുള്ള ദലീൽ എന്താണ്? മോചിതത്തുകളാണ്. മോചിതത്തുകളുമായിട്ട് വന്നിട്ടും അവരെന്തായിട്ടില്ല, മുശ്രിക്കീങ്ങളായിട്ട് നടന്നു. അപ്പം നാം അവരെ നശിപ്പിച്ചു കളഞ്ഞു. ഒമാ കാനുലി മുനു, അവർ വിശ്വസിക്കാനായിട്ടില്ല. അത്ഫുൻ അല വലമു, വലമു എന്നതിന് മേൽ അത്ഫ് ചെയ്തിട്ടാണ്. ലമ്മാ വലമു ഒമാ കാനുലി മുൻ, അവർ അക്രമികളാകുകയും ചെയ്തു. അവർ മുനിങ്ങൾ എന്തായാലും ആവുകയില്ല. ആ ഒരവസ്ഥയിലാണ് അവർ നശിപ്പിച്ചത്. കദാലിക, അപ്രകാരം, കമാ അഹ്ലക്ന ഉലായിക, അക്കൂട്ടരെ നാം നശിപ്പിച്ചതുപോലെ, നജ്സിൽ ഖൗമൽ മുജ്രിമീൻ, കുറ്റവാളികളായ കൗമിന് നാം പ്രതിഫലം നൽകും. അൽ കാഫിരീൻ, അഥവാ ഈ കാഫിരീങ്ങളായ ആൾ, അഥവാ മക്ക നിവാസികളെ ഭീഷണിപ്പെടുത്താണ്. സുമ്മ ജഅൽനാകും, പിന്നെ നാം നിങ്ങളെ ആക്കി, അഹ്ല മക്ക, മക്ക നിവാസികളെ, ഖലായിഫ ഖലീഫ എന്ന് വെച്ചാൽ ജമ്മു ഖലീഫ, ഖലീഫയുടെ ജമ്മാണ്, പ്രതിനിധികളാക്കി. ഫിൽ അർദി, ഭൂമിയിലെ, മിൻബഅദിഹിം, അവരുടെ ശേഷം. കാരണം ഏറ്റവും വലിയ പ്രവാചകൻ, ഏറ്റവും വലിയ മുർസൽ, ഏറ്റവും ഉത്തമനായ സൃഷ്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിതനായത് മക്കയിലാണ്. അപ്പം നിങ്ങളെ വലിയൊരു പ്രതിനിധിയാക്കി. കാരണം ആദ്യ നബികൾ തുടങ്ങിയ ആ പ്രാതിനിധ്യം അല്ലെ വൈദ് ഖാല റബ്ബുക ലിൽ മലായികതി അല്ല ഇത് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. ആ ഖലീഫ ഇങ്ങനെ തുടർന്ന് പ്രവാചകന്മാരിലൂടെ വന്ന് അവസാന പ്രവാചകൻ, ഉത്തമനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിയോഗിതനായി. അപ്പം പിന്നെ മക്ക നിവാസികളാണ് പിന്നെ ഖലീഫമാർ. ഫിൽ അർദി, ഭൂമിയിലെ, മിൻബഅദി, അവരുടെ ശേഷം. ലിനൻദുറ കൈഫ തഅമലൂൻ, നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന്, ലിനൻദുറ, നാം കാണാൻ വേണ്ടി. ഫിഹ, ആ മക്കയിൽ വെച്ച്, അല്ലെങ്കിൽ അങ്ങനെ വെച്ചാൽ മതി. അല്ലെങ്കിൽ ആ നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട വിഷയത്തിൽ, പ്രാതിനിധീകരിക്കപ്പെട്ട വിഷയത്തിൽ എന്നും പറയാം. വഹൽ തഅതബിറൂന ബിഹിം, നിങ്ങൾ എന്താണ്, വഹൽ തഅതബിറൂന, നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നുണ്ടോ, ബിഹിം, അവരെ കൊണ്ട്. ഫതസദ്ദഖൂ റുസുലന, ഇവിടെ ഇപ്പം നമ്മളുടെ മുർസലീങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫഹൽ തഅതബിറൂന ബിഹിം, ആ മുർസലീങ്ങളെ കൊണ്ട് നിങ്ങൾ ഏത്തിബാർ, അവരെ നിങ്ങൾ പരിഗണിക്കുന്നുണ്ടോ വേണ്ട വിധത്തിൽ. ഫതസദ്ദഖൂ റുസുലന, എന്നിട്ട് നിങ്ങൾ അവരെ എന്തായിരുന്നു, തസദ്ദഖ, അംഗീകരിക്കുന്നുണ്ടോ? അല്ല വേണ്ട, ഫതസ് സദഖ യസ്ദുഖു, ഫതസ്ദുഖു എന്നാണ് കേട്ടോ. തസദ്ദഖ, സദഖ കൊടുക്കാനാണ്. നമ്മളുടെ മുർസലീങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ടോ?